എല്ലാ മേഖലയിലും വ്യക്തമായി മുദ്ര പതിപ്പിച്ച രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആയുധ വിപണന രംഗം. ഇത് ഉറപ്പിക്കുന്നതിന് ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് ഫ്രാൻസ് ഇന്ത്യയിൽ നിന്ന് ആയുധം വാങ്ങാൻ എടുത്ത തീരുമാനം. ഫ്രാൻസ് ഇന്ത്യയിൽ നിന്ന് ആയുധം വാങ്ങുന്നതോടെ അന്താരാഷ്ട്ര ആയുധ മാർക്കറ്റിൽ ഇന്ത്യൻ ആയുധങ്ങളുടെ ഡിമാൻഡ് കുതിച്ചുയരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ തന്നെ ഇന്ത്യ 100-ലധികം രാജ്യങ്ങളിലേക്ക് പ്രതിരോധ സാമഗ്രികൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. 2029ഓടെ പ്രതിരോധ കയറ്റുമതിയിലൂടെ 50,000 കോടി വരുമാനമാണ് രാജ്യം ലക്ഷ്യമിടുന്നത്. പല രാജ്യങ്ങളും ആയുധ നിർമ്മാണത്തിൽ പാലിക്കുന്ന ഒരു നിയമമുണ്ട്. ആയുധങ്ങൾ നൽകുമെങ്കിലും അതിന്റെ നിർമ്മാണത്തിന് ഉപയുക്തമാക്കിയ ടെക്നോളജി ഒരു രാജ്യവും കൈമാറില്ല എന്നത്. അങ്ങനെ കൈമാറിയാൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം അത് ഉപയോഗിച്ച് ആയുധങ്ങൾ സ്വന്തം നിലയിൽ നിർമ്മിക്കുമോ എന്ന ആശങ്ക കൊണ്ടാണ് ടെക്നോളജികൾ ഒരു രാജ്യവും കൈമാറാത്തത്. 5 വർഷം മുമ്പ് വരെ ലോകത്തെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നായിരുന്നു ഇന്ത്യ. എന്നാൽ ആയുധങ്ങൾ കയറ്റി അയക്കുന്ന പ്രധാനപ്പെട്ട 25 രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നുള്ള ബ്രഹ്മോസ് മിസൈൽ, പിനാക റോക്കറ്റ് സംവിധാനം, ഡോർണിയർ എയർക്രാഫ്റ്റ് തുടങ്ങിയവയ്ക്കാണ് മുന്തിയ ഡിമാൻഡ് ഉള്ളത്. എന്നാൽ ഒന്നാം നിര വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന യുദ്ധ സാമഗ്രികളോട് അധികം താല്പര്യം കാട്ടിയിരുന്നില്ല. ആ ചരിത്രം തിരുത്തി എഴുതുകയാണ് പ്രധാനമന്ത്രി മോദിയുടെ ഫ്രാൻസ് സന്ദർശനം. അത്യാധുനിക ആയുധങ്ങൾ ലോക രാജ്യങ്ങൾക്ക് വിൽക്കുന്ന ഫ്രാൻസ് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച മൾട്ടി ബാരൽ പിനാക റോക്കറ്റ് ലോഞ്ചർ വാങ്ങാൻ കരാറിൽ ഏർപ്പെടുമെന്നതാണ്. ഇന്ത്യയുടെ പ്രധാന പ്രതിരോധ പങ്കാളിയാണ് ഫ്രാൻസ്. നമ്മളിൽ നിന്ന് അവർ ആയുധങ്ങൾ വാങ്ങാൻ ഒരുങ്ങുന്നത് ആദ്യമായാണ്. 3 മാസം മുമ്പ് ഫ്രഞ്ച് പ്രതിനിധി സംഘം നാഗ്പൂർ ഫാക്ടറിയിലെത്തി പിനാകയുടെ പ്രവർത്തനം വിലയിരുത്തിയിരുന്നു. DRDO ആണ് പിനാക വികസിപ്പിച്ചത്. കുറഞ്ഞ വിലയും കുറ്റമറ്റതും കൃത്യവുമായ പ്രഹരശേഷിയുമാണ് പിനാകയുടെ പ്രത്യേകത. ഒരു റെജിമെന്റിന് 430 കോടി രൂപയാണ് വില. ഇസ്രയേലിന്റെ പൾസ് റോക്കറ്റ് സംവിധാനമാണ് ഫ്രാൻസ് ആദ്യം പരിഗണിച്ചിരുന്നതെങ്കിലും ഗാസ യുദ്ധത്തോടെ തീരുമാനം മാറ്റുകയായിരുന്നു. ഫ്രാൻസിന് പുറമെ ഇന്തോനേഷ്യ, അർമീനിയ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളും പിനാക വാങ്ങാൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. 44 സെക്കൻഡിൽ 12 മിസൈലുകൾ തൊടുക്കാൻ പിനാക സംവിധാനത്തിന് ശേഷിയുണ്ട്. പരിഷ്കരിച്ച പിനാക റോക്കറ്റ് സംവിധാനം ഉപയോഗിച്ച് 75 കിലോമീറ്റർ അകലെയുള്ള ശത്രു കേന്ദ്രത്തിലേക്ക് മിസൈൽ പായിക്കാൻ സാധിക്കും. ഇന്ത്യയുടെ പിനാക ലോഞ്ചർ ഫ്രഞ്ച് സേനയുടെ ഭാഗമാകുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ ബന്ധം ശക്തമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസ്താവിച്ചിട്ടുമുണ്ട്. മിസൈലുകൾ, അന്തർവാഹിനികൾ, ഹെലികോപ്റ്റർ, ജെറ്റ് എഞ്ചിനുകൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിൽ ഇരു രാജ്യങ്ങളും സഹകരിക്കുന്നുമുണ്ട്. പ്രതിരോധം, സിവിൽ, ആണവോർജ്ജം, ബഹിരാകാശം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിൽ തന്ത്രപരമായ സഹകരണം തുടരാൻ ഇരു നേതാക്കളും പാരീസിൽ നടത്തിയ ഉഭയകക്ഷി ചർച്ചയിൽ തീരുമാനമാവുകയും ചെയ്തു. മാക്രോണിനെ ഇന്ത്യ സന്ദർശിക്കാനായി മോദി ക്ഷണിച്ചിട്ടുണ്ട്. ആയുധം കയറ്റുമതി ഒപ്പം തന്നെ പ്രതിരോധ രംഗം ശക്തമാക്കാനും ഇന്ത്യ മറക്കാറില്ല. 2024-25 സാമ്പത്തിക വർഷത്തിലെ ആദ്യ പാദത്തിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് 78% വർധനവ് നേടാനും ഇന്ത്യൻ പ്രതിരോധ വ്യവസായത്തിന് സാധിച്ചിട്ടുണ്ട്. 2025 ആവുമ്പോഴേക്കും 1.75 ലക്ഷം കോടി വിൽപ്പന നേടുകയെന്ന വലിയ ലക്ഷ്യത്തിലേക്കുള്ള കുതിപ്പിലാണ് നമ്മുടെ പ്രതിരോധ നിർമ്മാണ മേഖലയുള്ളത്. രാജ്യത്തെ പൊതു സ്വകാര്യ മേഖലകളിലെ കമ്പനികൾ പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമായിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്.